ഏവർക്കും നമസ്കാരം. അഡ്ഹോക് ലേണിംഗിലേക്ക് സ്വാഗതം. മുൻവർഷ ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2023 നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ ചോദ്യപേപ്പറാണ്. മൂന്നാം ഘട്ടത്തിലെ ചോദ്യപേപ്പറാണ്. ആദ്യത്തെ 42 ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. താഴെ പറയുന്നവയിൽ വെർച്വൽ മെമ്മറിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ സ്വാപ്പിംഗ്, ഓപ്ഷൻ ബി സ്പൂളിംഗ്, ഓപ്ഷൻ സി ഡിമാൻഡ് പേജിംഗ്, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സ്പൂളിംഗ്. 44ാമത്തെ ചോദ്യം. റാൻസം വെയറിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. റാൻസം വെയർ എന്നത് സ്വയം ആവർത്തിക്കുന്ന ഒരു വൈറസ് ആണ്. 2. സാധാരണയായി ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നതിലൂടെ ആക്രമണകാരി കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് നേടുകയും ഉപഭോക്താവിനെ ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്ന തരത്തിലുള്ള സൈബർ കുറ്റകൃത്യം. 3. ഡാറ്റയിലേക്ക് ആക്സസ് ലഭിക്കുന്നതിന് പണം നൽകാൻ ആക്രമണകാരി ഇരയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 1ഉം 2ഉം, ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, ഇവയൊന്നുമല്ല. 45ാമത്തെ ചോദ്യം. ഉബുണ്ടു 20.04 LTS ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ജാമി ജെല്ലി ഫിഷ്, ഓപ്ഷൻ ബി കൈനറ്റിക് കുഡു, ഓപ്ഷൻ സി ഫോക്കൽ ഫോസ, ഓപ്ഷൻ ഡി ബയോണിക് ബീവർ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഫോക്കൽ ഫോസ. 46ാമത്തെ ചോദ്യം. ISRO വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1. CMS-01 ഒരു ആശയവിനിമയ ഉപഗ്രഹമാണ്. 2. GSAT 6A ഒരു ഭൂനിരീക്ഷണ ഉപഗ്രഹമാണ്. 3. മിഷൻ EOS-03 വിജയിച്ചില്ല. 4. INS 1C ഒരു നാവിഗേഷൻ ഉപഗ്രഹമാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, 1ഉം 3ഉം മാത്രമാണ് ശരി. 47ാമത്തെ ചോദ്യം. DRDOയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1. DRDO 1959 രൂപീകരിച്ചു. 2. INSAS ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് DRDO ആണ്. 3. DRDO ബഹിരാകാശ വകുപ്പിന് കീഴിലാണ്. 4. DRDOയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് 2 മാത്രമാണ്. താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് വൈഡാൽ ടെസ്റ്റ് ഉപയോഗിച്ച് നിർണ്ണയിക്കാൻ കഴിയുക? ഓപ്ഷൻ എ എയ്ഡ്സ്, ഓപ്ഷൻ ബി ക്യാൻസർ, ഓപ്ഷൻ സി ടൈഫോയിഡ്, ഓപ്ഷൻ ഡി അസ്കാരിസിസ്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്, ടൈഫോയിഡ്. 49ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ താഴെ പറയുന്ന പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളിൽ ഏതാണ് മരങ്ങളെ ആലിംഗനം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ നർമ്മദ ബച്ചാവോ ആന്തോളൻ, ഓപ്ഷൻ ബി ജംഗിൾ ബച്ചാവോ ആന്തോളൻ, ഓപ്ഷൻ സി അപ്പിക്കോ പ്രസ്ഥാനം, ഓപ്ഷൻ ഡി ചിപ്കോ പ്രസ്ഥാനം. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ചിപ്കോ പ്രസ്ഥാനം. 50ാമത്തെ ചോദ്യം. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ്? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ജലന്ധർ, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി നാഗ്പൂർ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, നാഗ്പൂർ. ഇനി നമുക്ക് നോക്കാനുള്ളത് മാത്സിലെ ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക. ഇവിടെ ഉത്തരം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. 51ാമത്തെ ചോദ്യം. 6.3 ഇൻറ്റു 6.3 പ്ലസ് 2 ഇൻറ്റു 6.3 ഇൻറ്റു 3.7 പ്ലസ് 3.7 ഇൻറ്റു 3.7ന്റെ മൂല്യം എത്രയാണ്? ഇത് ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ലഭിക്കുക, 100. 52ാമത്തെ ചോദ്യം. 1/5 അധികം 1/4 അധികം 3/10 തുല്യമായ ദശാംശ സംഖ്യ ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 0.75. 53ാമത്തെ ചോദ്യം. 400ന്റെ 22 1/2% ഡാഷ് ആണ്.
53-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് 90. 54-ാമത്തെ ചോദ്യം 6/2 ഇൻറ്റു 10/4 ഇൻറ്റു 15/3 ഡിവൈഡഡ് ബൈ 2/6 ഇൻറ്റു 3/5 ഇൻറ്റു 5/6 ലഘൂകരിക്കുക. ഇത് ചെയ്തു നോക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുക ഓപ്ഷൻ ഡി ആണ് 5. 55-ാമത്തെ ചോദ്യം 5:7 x:35 ആയാൽ എക്സിന്റെ മൂല്യം കണ്ടെത്തുക. ചെയ്തു നോക്കുന്ന സമയത്ത് നമുക്ക് 25 ലഭിക്കും. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം 2 വർഷത്തേക്കുള്ള 10,000 രൂപയ്ക്കുള്ള ലളിതമായ പലിശ 2,400 രൂപയാണെങ്കിൽ അതേ മൂലധനത്തിന് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം 2,544. 57-ാമത്തെ ചോദ്യം 36 പൈ സെന്റിമീറ്റർ ക്യൂബ് വോളിയമുള്ള ഒരു ഗോളത്തിന്റെ ആരം സെന്റിമീറ്ററിൽ എത്രയാണ്? ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ എ ആണ് നമുക്ക് ലഭിക്കുന്നത് 3. 58-ാമത്തെ ചോദ്യം സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്തു. 59-ാമത്തെ ചോദ്യം ഒരു ഗ്രൂപ്പിലെ 10 വിദ്യാർത്ഥികളുടെ ശരാശരി മാർക്ക് 25 ആണ്. ഈ ഗ്രൂപ്പിൽ ഒരു വിദ്യാർത്ഥി കൂടി ചേർന്നാൽ ശരാശരി 24 ആയിട്ട് മാറുന്നു. പുതിയ വിദ്യാർത്ഥിയുടെ മാർക്ക് എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം 14. 60-ാമത്തെ ചോദ്യം ഒരു മനുഷ്യൻ 600 മീറ്റർ ദൂരം തെരുവിലൂടെ 5 മിനിറ്റിനുള്ളിൽ നടക്കുന്നു. km/മണിക്കൂറിൽ അവന്റെ വേഗത എത്രയാണ്? ചെയ്തു നോക്കുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻ സി ആണ് ലഭിക്കുന്നത് 7.2. 61-ാമത്തെ ചോദ്യം വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. 3, 6, 11, 18, 27. അടുത്തത് വരുന്നത് 38 ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2 + 3 8ഉം 4 + 5 24ഉം 1 + 8 9ഉം ആണെങ്കിൽ 3 + 6 എത്രയായിരിക്കും? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം 21. 63-ാമത്തെ ചോദ്യം ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ഡി ആണ് നമുക്ക് ലഭിക്കുന്നത് 27. 64-ാമത്തെ ചോദ്യം EARTH FBSUI FRUIT എങ്ങനെ എഴുതാം എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത് ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ സി ആണ് നമുക്ക് ലഭിക്കുക GSVJU. 65-ാമത്തെ ചോദ്യം എ ബിയുടെ സഹോദരിയാണ്. ബിയുടെ പിതാവാണ് സി. സിയുടെ അമ്മയാണ് ഡി. എങ്കിൽ എങ്ങനെയാണ് എയും ഡിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം കൊച്ചുമകൻ. 66-ാമത്തെ ചോദ്യം അഖിൽ കിഴക്കോട്ട് 25 കിലോമീറ്റർ നടന്ന് വലത്തുവശത്തേക്ക് തിരിഞ്ഞ് 8 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്നു. പിന്നീട് വലത്തുവശത്തേക്ക് തിരിഞ്ഞ് 10 കിലോമീറ്റർ കൂടി സഞ്ചരിക്കുന്നു. വീണ്ടും അവൻ ഇടത്തുവശത്തേക്ക് തിരിഞ്ഞ് 6 കിലോമീറ്റർ നടക്കുന്നു. അതിനുശേഷം അവൻ വലത്തോട്ട് തിരിഞ്ഞ് 15 കിലോമീറ്റർ സഞ്ചരിച്ചു. എങ്കിൽ അവൻ തൻ്റെ പ്രാരംഭ സ്ഥാനത്ത് നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ്? ഏത് ദിശയിലാണ്? ഓപ്ഷൻ എ 20 കിലോമീറ്റർ പടിഞ്ഞാറ്. ഓപ്ഷൻ ബി 16 കിലോമീറ്റർ വടക്ക്. ഓപ്ഷൻ സി 14 കിലോമീറ്റർ തെക്ക്. ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം 14 കിലോമീറ്റർ തെക്ക്. 67-ാമത്തെ ചോദ്യം 12:10 മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണ്? ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ലഭിക്കുന്നത് 55 ഡിഗ്രി. 68-ാമത്തെ ചോദ്യം 1994 നവംബർ 3 വ്യാഴാഴ്ചയാണ്. 1995 മാർച്ച് 20 ഏത് ദിവസം ആയിരുന്നു? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം തിങ്കളാഴ്ച. 69-ാമത്തെ ചോദ്യം മെഷീൻ എന്ന വാക്കിന്റെ മിറർ ഇമേജ് കണ്ടെത്തുക. ഇത് ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ സി ആണ് നമുക്ക് ലഭിക്കുന്നത്. 70-ാമത്തെ ചോദ്യം കണ്ണാടിയിൽ നോക്കുമ്പോൾ ക്ലോക്ക് സമയം 12:15 കാണിക്കുന്നു. എങ്കിൽ ശരിയായിട്ടുള്ള സമയം എത്രയാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം 11:45. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇംഗ്ലീഷിലെ ചോദ്യങ്ങളാണ്.
71 ചോദ്യം. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്. ഐ ആം റെഡി ടു കൺസീഡ് ദാറ്റ് ദ ഡിസിഷൻ വാസ് റോങ് വൺ. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്, എഗ്രി. 72 ചോദ്യം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഓപ്ഷൻ. ഹി സോ ഡാഷ് എസ് ഐ ഓഫ് പോലീസ് സിറ്റിംഗ് അണ്ടർ ഡാഷ് യൂക്കാലിപ്സ് ട്രീ. ഇവിടെ ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ഡി ആണ് നമുക്ക് ലഭിക്കുന്നത്, ആൻ എ. 73 ചോദ്യം. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. ഇവിടെ ശരിയായിട്ടുള്ള സെന്റൻസ് ഓപ്ഷൻ എ ആണ്, ഐ റെഡ് ദ ബുക്ക് യെസ്റ്റർഡേ. 74 ചോദ്യം. ലെറ്റസ് ഗോ ടു ദ ബീച്ച് ഡാഷ്. ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഷാൽ വി. 75 ചോദ്യം. ഐഡന്റിഫൈ ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് കമാൻഡർ ഇൻ ചീഫ്. കമാൻഡർ ഇൻ ചീഫിന്റെ പ്ലൂറൽ ഫോം ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, കമാൻഡേഴ്സ് ഇൻ ചീഫ്. 76 ചോദ്യം. കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് കണ്ടീഷണൽ ക്ലോസ്. ഇഫ് ഐ ഹാഡ് ഗോൺ ടു ന്യൂഡൽഹി ഡാഷ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഐ കുഡ് ഹാവ് സീൻ ദ കുത്തബ് മിനാർ. 77 ചോദ്യം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. എ ന്യൂ മൊബൈൽ ടവർ ഡാഷ് നെക്സ്റ്റ് മന്ത്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്, ഈസ് ബീയിങ് ഇൻസ്റ്റാൾഡ്. 78 ചോദ്യം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. ഐ ഡാഷ് യു ടു ഡുവൽ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഡെയർ. 79 ചോദ്യം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് പ്രൊപ്പോസിഷൻ. ഐ വിൽ സീ യു ഡാഷ് 9 o'clock. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, അറ്റ്. 80 ചോദ്യം. ചൂസ് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ഗിവൺ സെന്റൻസ്. ഡോണ്ട് ഗോ നിയർ ദ ബീച്ച് അലൻ. ദ മദർ സെഡ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, ദ മദർ ടോൾഡ് അലൻ നോട്ട് ടു ഗോ നിയർ ദ ബീച്ച്. 81 ചോദ്യം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഓപ്ഷൻ. സൺഫ്ലവർ ഈസ് ഡാഷ് ദാൻ ജാസ്മിൻ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, മോർ ബ്യൂട്ടിഫുൾ. 82 ചോദ്യം. ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഓഫ് ദ സെന്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രമാറ്റിക്കൽ എറർ. ഇഫ് ദർ ഇസ് നോ എറർ മാർക്ക് നോ എറർ. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഈ ഒരു ഭാഗത്താണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. 83 ചോദ്യം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. Make sure that all arrangements are perfect prior dash the inaugural function. ശരിയായിട്ടുള്ള ഉത്തരം 2 ആണ്, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 84 ചോദ്യം. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഇംപ്രൂവ് അണ്ടർലൈൻ സെഗ്മെന്റ് ഗ്രാമാറ്റിക്കലി. Either Anil or his friends has completed the painting. 84 ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹാവ് കംപ്ലീറ്റഡ്. 85 ചോദ്യം. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഫോർ ദ ഗിവൺ ഇഡിയം. അറ്റ് 6s and 7s. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൺഫ്യൂസ്ഡ് ഓർ ഡിഫിക്കൽട്ട്. 86 ചോദ്യം. സെലക്ട് ദ ഓൾട്ടർനേറ്റീവ് വിച്ച് ഈസ് ദ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഫ്രേസ്. എ പേഴ്സൺ അപ്പോയിന്റഡ് ടു സെറ്റിൽ എ ഡിസ്പ്യൂട്ട്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ആർബിട്രേറ്റർ. 87 ചോദ്യം. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് OTT? OTTയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഓവർ ദ ടോപ്പ്. 88 ചോദ്യം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു ഫിൽ ദ ബ്ലാങ്ക്. ലക്ഷ്മി ഈസ് ആൻ ഡാഷ് ഓഫ് അവർ കോളേജ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, അലുപ്ന. 89 ചോദ്യം. കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. ഡാഷ് ദ ടീച്ചർ ദ സ്റ്റുഡൻസ് സ്റ്റോപ്പ് ടോക്കിംഗ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സി. 90 ചോദ്യം. ചൂസ് ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് സ്റ്റിമുലസ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നമുക്ക് നോക്കാനുള്ളത് മലയാളത്തിലെ ചോദ്യങ്ങളാണ്. 99 ചോദ്യം. മണൽ അധികം ആരണ്യം ചേർത്തെഴുതുക.
ചേർത്തെഴുതുന്ന സമയത്ത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 92ാമത്തെ ചോദ്യം, കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങളിൽ ആവർത്തന ശബ്ദം ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഏക്ക്. 93ാമത്തെ ചോദ്യം, വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, അലംഘനീയമായ അഭിപ്രായം. 94ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഓളത്തിന്റെ പര്യായമല്ലാത്തത് ഏതാണ്? ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആളം. 95ാമത്തെ ചോദ്യം, ശരിയായ പദം തിരിച്ചറിയുക. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള പദം, അസ്തമയം. 96ാമത്തെ ചോദ്യം, സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഡാഷ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, വൈരുദ്ധ്യമാണ്. 97ാമത്തെ ചോദ്യം, പിരിച്ചെഴുതുക മരങ്ങൾ. മരങ്ങൾ എന്ന് പറയുന്നത് പിരിച്ചെഴുതുന്ന സമയത്ത് ഓപ്ഷൻ എ ആണ് നമുക്ക് വരിക, മരം അധികം കൾ. 98ാമത്തെ ചോദ്യം, വട്ടം അധികം പലക. ഇത് ചേർത്തെഴുതുന്ന സമയത്ത് ഓപ്ഷൻ എ ആണ് ലഭിക്കുക, വട്ടപ്പലക. 99ാമത്തെ ചോദ്യം, കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചന പ്രത്യയം എന്താണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, കൾ. 100ാമത്തെ ചോദ്യം, ശരിയായ വാക്യം കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം, വരനും വധുവും തമ്മിൽ മാലയിട്ടു. ഇതോടുകൂടി 100 ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. മറ്റൊരു ചോദ്യപേപ്പറുമായി നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും നന്ദി.